عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാനം മുഅ്മിനായി മരിക്കാനും അവന്റെ സ്വർഗത്തിലെത്താനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു അവന്റെ സ്വർഗീയ ആരാമത്തിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ പ്രദാനിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന ഫലസ്തീനുകളടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും പ്രതീക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഫാറുകൾ അഥവാ തിരുശേഷിപ്പുകൾ, പ്രത്യേകിച്ചും അവിടുത്തെ മുടി, അത് സൂക്ഷിക്കപ്പെട്ടതായി പറയപ്പെടുന്ന രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് തുർക്കിയിലുള്ള മ്യൂസിയത്തിലാണ്. ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക മ്യൂസിയം തുർക്കിയിലുണ്ട്. തുർക്കി ഖലീഫമാർ പ്രവാചക സ്നേഹികളും അത്തരത്തിലുള്ള പ്രവാചകന്റെ ആധാറുകളെ, തിരുശേഷിപ്പുകളെ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെട്ട ആളുകളുമായിരുന്നു. അതുകൊണ്ട് തന്നെ തുർക്കിയിലെ ഖലീഫമാർ സൂക്ഷിച്ചിരുന്ന പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകളിൽ പലതും ഇന്ന് ആ മ്യൂസിയത്തിലുള്ളതായി പറയപ്പെടുന്നു. രണ്ടാമതൊന്നുള്ളത് ശ്രീനഗറിലെ ദാൽ തടാകത്തിന് കരയിലുള്ള ഹസ്രത്ത് ബാൽ മസ്ജിദിലാണ്. ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് പരിശുദ്ധമായ മുടി എന്നാണ്. അതവിടെ എത്തിയതിന്റെ ചരിത്രം പറയുന്നത്, പ്രവാചകന്റെ പൗത്രനായിരുന്ന ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ഹുസൈൻ റളിയല്ലാഹുവിന്റെ കയ്യിലുണ്ടായിരുന്ന പ്രവാചകന്റെ ഒരു മുടി, അത് സയ്യിദ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മദീനക്കാരന് ലഭിക്കുകയും അദ്ദേഹം ശ്രീനഗറിലെത്തുകയും അദ്ദേഹത്തിന്റെ മരണാനന്തരം അദ്ദേഹത്തിന്റെ മകൻ ശ്രീനഗറിലെ വലിയൊരു വ്യാപാരിക്ക് ഇത് കൈമാറുകയും അങ്ങനെ 1635 ഷാജഹാൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് പ്രവാചകന്റെ ആ മുടി അവിടെ എത്തിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് സൂക്ഷിക്കുന്ന പള്ളിയാണ് ഹസ്രത്ത് ബാൽ മസ്ജിദ്. ഈ മുടി വർഷത്തിൽ ചില ദിവസങ്ങളിൽ പ്രദർശിപ്പിക്കാറുണ്ട്. റമദാനിന്റെ 27-ാം രാവിന് തുടങ്ങിയ ചില പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അത് പ്രദർശിപ്പിക്കാറുണ്ട്. ആളുകൾ അത് കാണാറുണ്ട്. നെഹ്റു ഭരിക്കുന്ന കാലം 1965 കാലഘട്ടത്തിൽ 1965 ഡിസംബർ അവസാന ഭാഗം ഹസ്രത്ത് ബാലിൽ മസ്ജിദിൽ സൂക്ഷിച്ചിരുന്ന പ്രവാചകന്റെ മുടി
ഒരിക്കൽ നഷ്ടപ്പെട്ടു. ജനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും നെഹ്റു രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് കണ്ടെടുക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകി ആ പ്രക്ഷോഭം അവസാനിപ്പിക്കുകയും ജനുവരി മാസം ആദ്യത്തോടുകൂടി ഏതാണ്ട് 4-ാം തീയതിയോടുകൂടി അത് കണ്ടെത്തുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഔറംഗസീബ് റഹ്മഹുള്ള വലിയ പ്രവാചക സ്നേഹിയായിരുന്നു അദ്ദേഹം. ഇങ്ങനെ ശ്രീനഗറിൽ ഒരു പ്രവാചകന്റേതെന്ന് വിശ്വസിക്കപ്പെടുന്ന മുടി എത്തിയെന്ന വിവരം ഔറംഗസീബിന്റെ മുന്നിലെത്തിയപ്പോ അദ്ദേഹം അത് പ്രവാചകന്റേതാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു പരീക്ഷണത്തിന് തയ്യാറായി. ആ മുടി തന്റെ മുന്നിലെത്തിച്ച് ആ മുടിയിൽ അദ്ദേഹം തേൻ പുരട്ടി നോക്കി. തേൻ പുരട്ടിയാൽ ഈച്ച വന്നിരിക്കുമോ എന്നായിരുന്നു അദ്ദേഹം പരീക്ഷിച്ചത്. പ്രവാചകന്റെ ശരീരത്തിൽ ഈച്ച ഇരിക്കാറില്ല. അതുകൊണ്ട് ഇത് പ്രവാചകന്റേതാണെങ്കിൽ ഇതിനകത്ത് ഈച്ച വന്നിരിക്കാൻ പാടില്ല. ആദ്യം അങ്ങനെയാണ് അദ്ദേഹം പരീക്ഷിച്ചത്. ആ പരീക്ഷണത്തിൽ വിജയിച്ചു. അതിനകത്ത് ഈച്ച ഇരുന്നില്ല. രണ്ടാമത് ആ മുടി കത്തിച്ചു നോക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. പ്രവാചകന്റെ മുടിയാണെങ്കിൽ അത് കത്താൻ പാടില്ല. ആ പരീക്ഷണത്തിലും ഔറംഗസീബ് വിജയിച്ചു. മൂന്നാമതിന് നിഴലുണ്ടോ എന്നാണ് പരിശോധിച്ചത്. പ്രവാചകന് നിഴലില്ല. പ്രവാചകന്റെ മുടിക്ക് നിഴലുണ്ടാകാൻ പാടില്ല. ആ പരീക്ഷണത്തിലും ആ മുടിക്ക് നിഴലുണ്ടതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അത് പ്രവാചകന്റേതാണ് എന്ന് ഔറംഗസീബ് റഹ്മത്തുള്ളാഹി ഉറപ്പിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ബർക്കത്ത് എന്ന് പറയുന്നത് അനിഷേധ്യമായൊരു കാര്യമാണ്. ചില വസ്തുക്കളിൽ അല്ലാഹു ബർക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ചില സമയങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ചില വ്യക്തികളിലും ചില വസ്തുക്കളിലും ചില കാലങ്ങളിലൊക്കെ അല്ലാഹു ബർക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബർക്കത്ത് എന്നുള്ളത് അനിഷേധ്യമായൊരു കാര്യമാണ്. ബർക്കത്തിനെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആനിനെ നിഷേധിക്കുന്നവർക്കും തിരുനബിയുടെ പ്രാമാണികമായ ഹദീസുകളെ നിഷേധിക്കുന്നവർക്കും മാത്രമേ ബർക്കത്തിനെ നിഷേധിക്കാൻ കഴിയൂ. ലൈലത്തുൽ ഖദർ അനുഗ്രഹീത രാത്രിയാണ്, ബറക്കത്തുള്ള രാത്രിയാണെന്നുള്ളത് പ്രമാണം കൊണ്ട് തെളിഞ്ഞ കാര്യമാണ്. മസ്ജിദുൽ ഹറാം ബറക്കത്തുള്ള പള്ളിയാണ് എന്ന് പ്രമാണം കൊണ്ട് തെളിഞ്ഞ കാര്യമാണ്. മസ്ജിദുൽ അഖ്സ ബാറക്നാ ഹൗലഹു, അതിന്റെ പരിസരത്ത് പോലും ഞാൻ ബറക്കത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ബറക്കത്ത് എന്നുള്ളത് അനിഷേധ്യമാണ്. അതിനെ ആർക്കും തള്ളിപ്പറയാൻ കഴിയില്ല. റഹ്മത്ത്, ബറക്കത്ത് അതുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ ബറക്കത്തിന് 3 അടിസ്ഥാനങ്ങളുണ്ട്. ബറക്കത്തുകളെ കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ബറക്കത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ബറക്കത്തിന്റെ അടിസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു വസ്തുവിന് ബറക്കത്തുണ്ടെങ്കിലും, ഏതൊരു വ്യക്തിക്ക് ബറക്കത്തുണ്ടെങ്കിലും, ഏതൊരു സമയത്തിന് ബറക്കത്തുണ്ടെങ്കിലും ബറക്കത്ത് നിശ്ചയിക്കുന്നവൻ അല്ലാഹു ആണെന്ന് ആദ്യം വിശ്വസിക്കണം. അല്ലാഹു നിശ്ചയിക്കാത്തൊരു വ്യക്തിക്കും ബറക്കത്തില്ല. പടച്ചോൻ തീരുമാനിക്കാത്തൊരു സമയത്തിനും ബറക്കത്തില്ല. അല്ലാഹു തീരുമാനിക്കാതെ ഒരു സ്ഥലത്തിനും ഒന്നിനും ബറക്കത്തുണ്ടാവില്ല. അപ്പൊ ബറക്കത്ത് തീരുമാനിക്കേണ്ടവൻ അല്ലാഹുവാണ്. അല്ലാഹു ഒരു വസ്തുവിന്, ഒരു വ്യക്തിക്ക്, ഒരു സമയത്തിന് ബറക്കത്തുണ്ടെന്ന് പറഞ്ഞാൽ ആ ബറക്കത്ത് നമുക്ക് വിശ്വസിക്കണം. അത് അനിഷേധ്യമായൊരു കാര്യമാണ്. ഇന്ന് ജുമാ ദിവസം ഒരു ബറക്കത്തുള്ളൊരു ദിവസമാണ്. അത് നമ്മൾ വിശ്വസിക്കുക. പക്ഷെ ഈ ജുമയിൽ ബറക്കത്ത് നിശ്ചയിച്ചവൻ അല്ലാഹുവാണ്. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ബറക്കത്ത് നിശ്ചയിക്കുന്നവൻ അല്ലാഹുവാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ബറക്കത്ത് എന്നുള്ളത് പ്രമാണബന്ധിതമായ, പ്രമാണം കൊണ്ട് തെളിഞ്ഞ കാര്യങ്ങളിൽ മാത്രമേ ബറക്കത്ത് ഉണ്ടാകൂ എന്നുള്ളതാണ്. ഏതൊരു വസ്തുവിൽ ബറക്കത്തുണ്ടെന്ന് പ്രമാണം പറയുന്നുണ്ടോ ആ വസ്തുവിൽ ബറക്കത്തുണ്ടാകും. അത് പ്രമാണം കൊണ്ട് സ്ഥിരീകരിക്കപ്പെടേണ്ട കാര്യമാണ്.
അല്ലാതെ നമുക്ക് തോന്നുന്നവർക്കെല്ലാം ബർക്കത്തുണ്ട്, നമുക്ക് തോന്നുന്നതെല്ലാം ബർക്കത്തുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ബർക്കത്ത് പ്രമാണം കൊണ്ട് സ്ഥിരീകരിക്കപ്പെടേണ്ടതാണ്. മൂന്നാമത്തെ വിഷയം, ഒരു വസ്തുവിന് ബർക്കത്തുണ്ടെന്ന് പ്രമാണം കൊണ്ട് തെളിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി മുബാറക്കായ അനുഗ്രഹീതനായ വ്യക്തിയാണെന്ന് പ്രമാണം കൊണ്ട് തെളിഞ്ഞാൽ, അതിനെ ആദരിക്കാനല്ലാതെ ആരാധിക്കാൻ നമുക്ക് പാടില്ല. ബർക്കത്തുള്ളവരെ, ബർക്കത്തുള്ള വസ്തുക്കളെ, വ്യക്തികളെ ആദരിക്കുകയാണ് വേണ്ടത്, ആരാധിക്കാൻ പാടില്ല. ആരാധനയുടെ ഒരു ചെറിയ അംശം പോലും അള്ളാഹു അല്ലാത്ത ഒരാളിലേക്ക് ചേർന്നാൽ അത് ശിർക്കാണ്. 99.4% ആരാധന അള്ളാഹുവിനായി, ഒരു ചെറിയ ശതമാനം ആരാധന അള്ളാഹു അല്ലാത്ത മറ്റൊരു വസ്തുവിന് കൊടുത്താൽ അവന്റെ തൗഹീദ് ശരിയാവൂല, ശിർക്കാണത്. അപ്പൊ എത്ര അനുഗ്രഹീതമായ വ്യക്തിയാണെങ്കിലും, എത്ര അനുഗ്രഹീതമായ വസ്തുവാണെങ്കിലും അതിനോട് നമുക്കുണ്ടാകേണ്ടത് ബഹുമാനമാണ്, ആദരവാണ്. ആരാധന ഒരിക്കലും നമുക്ക് ആ വസ്തുവിനോട് ഉണ്ടാകാൻ പാടില്ല. ഈ അടിസ്ഥാന പ്രമാണങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ബർക്കത്തിനെ കുറിച്ച്, അനുഗ്രഹീതമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. അമ്പിയാക്കന്മാർ അവർ ബർക്കത്തുള്ളവരാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അവരുടെ ബർക്കത്ത് പ്രമാണം കൊണ്ട് തെളിഞ്ഞതാണ്. എല്ലാ അമ്പിയാക്കന്മാരും അള്ളാഹുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ബർക്കത്ത് ചെയ്യപ്പെട്ട ആളുകൾ. അതുകൊണ്ട് ഒരു നബിയുടെയും ബർക്കത്തിനെ ഒരു നബിയും മുബാറക്കല്ല എന്ന് പറയാൻ കഴിയില്ല. എല്ലാ നബിമാരും അള്ളാഹുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇത് നമ്മൾ അടിസ്ഥാനപരമായി വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും വേണം. പ്രത്യേകിച്ച് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദു ഉൽദി ആദം, അഫ്ളലുൽ മഖ്ലൂഖാത്ത്, അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോളം ശ്രേഷ്ഠമായ ഒരു സൃഷ്ടി അള്ളാഹുവിന് വേറെയില്ല. ആദം സന്തതികളുടെ നേതാവാണ്. എല്ലാ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ ബർക്കത്തുള്ള ആളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മൾ വിശ്വസിച്ചേ പറ്റും. പ്രവാചകൻ ബർക്കത്തുള്ള ആളാണ്. പ്രവാചകനുമായി ബന്ധപ്പെട്ടതിനെല്ലാം ബർക്കത്തുണ്ട്, അതും നമ്മൾ വിശ്വസിക്കാം. അതൊക്കെ പ്രമാണം കൊണ്ട് തെളിഞ്ഞ കാര്യമാണ്. എല്ലാ നബിമാർക്കും ബർക്കത്തുണ്ട്. വിശുദ്ധ ഖുർആൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖിസ്സ പറയുന്നിടത്ത് സൂറത്ത് യൂസുഫിൽ, ഈജിപ്തിൽ നിന്നും തന്റെ കുപ്പായം അഴിച്ച് സഹോദരങ്ങളുടെ കൈവശം കൊടുത്തുവിടുന്ന സമയം, ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബി യഅതി ബസീറ. യൂസുഫ് നബി സഹോദരങ്ങളോട് പറയുന്നത്, നിങ്ങൾ എന്റെ ഖമീസുമായി, എന്റെ കുപ്പായവുമായി ചെന്ന് വാപ്പയുടെ മുഖത്തേക്ക് നിങ്ങൾ ഇത് ഇടണം, എന്നാൽ വാപ്പയ്ക്ക് കാഴ്ച കിട്ടും. സഹോദരങ്ങൾ കൊണ്ടുപോയി യാക്കൂബ് നബി ഇസ്ലാമിന്റെ ശരീരത്തിലേക്ക് ആ വസ്ത്രം അണിയിച്ചപ്പോൾ, നാളുകളായി തന്റെ മകൻ, തന്റെ 2 മക്കൾ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കരഞ്ഞു കരഞ്ഞ് കാഴ്ച നഷ്ടപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കാഴ്ച തിരിച്ചു കിട്ടുന്നുണ്ട്. ഈ കാര്യം വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. യാക്കൂബ് നബിയുടെ അടുക്കിലേക്ക് ആ വസ്ത്രം അടുത്തു വരുമ്പോൾ പോലും യാക്കൂബ് നബി പറഞ്ഞത്, ഇന്നി ലഅജിദു റീഹ യൂസുഫ, എനിക്ക് യൂസുഫിന്റെ ഗന്ധം വരുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തുമായി ബന്ധപ്പെട്ടതെല്ലാം ബർക്കത്തുള്ളതാണെന്ന് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. അതെല്ലാം അനുഗ്രഹീതമാണ്. പ്രവാചകന്റെ ശരീരവും പ്രവാചകനിൽ നിന്ന് പുറപ്പെടുന്ന പ്രവാചകന്റെ രോമങ്ങൾ, പ്രവാചകന്റെ വിയർപ്പുകൾ, ഇതിലെല്ലാം ബർക്കത്തുണ്ട്. ഇതെല്ലാം മുബാറക്കാണ്. കാരണം പ്രവാചകൻ എന്നുള്ളത് ഒരു അസാധാരണ മനുഷ്യനാണ്. അവിടുത്തെ ശരീരം അസാധാരണ ശരീരമാണ്. നബി തിരുമേനി ലോകത്തേക്ക് വന്നത് ഒരു ബയോളജിക്കലായിട്ട്, ഒരു മാതാവിന്റെ പ്രസവത്തിലൂടെ, ഒരു പിതാവിന്റെ ശാരീരിക ബന്ധത്തിലൂടെയാണ് നബി തിരുമേനി ലോകത്തേക്ക് വന്നത്. ബയോളജിക്കലാണ്. പക്ഷെ അപ്പോൾ തന്നെ ആ പ്രവാചകനിൽ ഒരുപാട് അസാധാരണത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ശരീരത്തിൽ, അവിടുത്തെ റൂഹിൽ, അവിടുത്തെ ശരീര അവയവങ്ങളിൽ, അവിടുത്തെ പാർട്സുകളിൽ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു അസാധാരണത്വം നിശ്ചയിച്ചിട്ടുണ്ട്. പ്രവാചകനിൽ നിന്നും മുഅ്ജിസാത്തുകൾ ഉണ്ടായതുപോലെ തന്നെ പ്രവാചകനും ഒരു അമാനുഷികതയുള്ള അസാധാരണത്വമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം,
ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലൈ. നബി അവരോട് പറയുക, ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്. അവിടെ വഖഫില്ല. നിങ്ങൾ ഖുർആൻ പരിശോധിച്ചാൽ അവിടെ വഖഫ് കാണാൻ കഴിയില്ല. ശേഷമുള്ളതിനോട് തന്നെ ചേർത്ത് വായിക്കണം. ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്, യൂഹാ ഇലയ്യ, എനിക്ക് വഹി ലഭിക്കുന്നുണ്ട്. നിങ്ങളുമായുള്ള എന്റെ വ്യത്യാസം എനിക്ക് വഹി ലഭിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നയാളാണ്. ഇതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല പറയുന്നത്. വെറും ഒരു സാധാരണ മനുഷ്യനല്ല പ്രവാചകൻ. ബയോളജിക്കലായി പ്രവാചകൻ ജന്മം കൊണ്ടെങ്കിൽ പോലും ഒരുപാട് അസാധാരണത്വങ്ങൾ നിറഞ്ഞ ഒരു വ്യക്തിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരാണ് നബി വെറും സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നത്? അതും സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു പറയുന്നുണ്ട്. ആരാണത്? വഖാലൽ മലഉ മിൻ ഖൗമിഹി അല്ലദീന കഫറൂ. സത്യനിഷേധികളായ ഒരു സംഘം ആളുകളാണ് പറഞ്ഞത്. വകദ്ദബൂ ബിലിഖാഇൽ ആഖിറ. നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതുണ്ട് എന്ന വിഷയത്തെ നിഷേധിക്കുന്ന ആളുകൾ, പരലോക നിഷേധികൾ. തന്നെയല്ല, വഅത്റഫ്നാഹും ഫിൽ ഹയാത്തി ദുനിയ. ദുനിയയായ ജീവിതത്തിൽ സുഖിക്കാൻ വേണ്ടി മാത്രം ഞാൻ സൃഷ്ടിച്ച കുറെ ആളുകൾ. അവർ സുഖിമാന്മാരാണ്. ഈ 3 ഗുണങ്ങളുള്ള ആളുകൾ: 1 സത്യത്തെ നിഷേധിക്കുന്നവർ, 2 പരലോക നിഷേധികൾ, 3 ദുനിയാവിൽ സുഖിച്ചു ജീവിക്കാൻ വേണ്ടി മാത്രം പടയ്ക്കപ്പെട്ട ആളുകൾ. ഇവരാണ് പറയുന്നത്, മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, ഈ മനുഷ്യനും നിങ്ങളെപ്പോലെ തന്നെയാണ്. പ്രവാചകനെ ചൂണ്ടിയിട്ട് പ്രവാചകൻ നിങ്ങളെപ്പോലുള്ള ഒരാൾ തന്നെയാണ്. യഅ്കുലു മിമ്മാ തഅ്കുലൂൻ, നിങ്ങൾ ഭക്ഷണം കഴിക്കും പോലെ ഈ പ്രവാചകനും ഭക്ഷണം കഴിക്കുന്നു. വയസ്റബു മിമ്മാ തസ്റബൂൻ, നിങ്ങൾ കുടിക്കും പോലെ ഈ പ്രവാചകനും വെള്ളം കുടിക്കുന്നു. അതുകൊണ്ട് ഇദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞത് സത്യത്തിന്റെ നിഷേധികളാണ്, പരലോകത്തെ തള്ളിപ്പറഞ്ഞവരാണ്, ഭൂമിയിൽ സുഖിച്ചു ജീവിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളാണ്. അക്കാര്യം അല്ലാഹു സൂറത്തുൽ മുഅ്മിനൂനിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്കുണ്ടാകേണ്ട വിശ്വാസം, അവിടുന്ന് ഒരു മുബാറക്കായ മനുഷ്യനാണ്, അനുഗ്രഹീതനാണ്. ഒരു സാധാരണ, കേവലം സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ ഒരിക്കലും മിഅ്റാജ് ചെയ്യാൻ നബിക്ക് കഴിയില്ല. മസ്ജിദുൽ ഹറമിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലെത്തി. അവിടെ നിന്നും 7 ആകാശങ്ങൾ കടന്ന് ദനാ ഫതദല്ല ഫകാന കാബ ഖൗസൈനി ഔ അദ്നാ. സിദ്റത്തുൽ മുന്തഹായിലെത്തി. ജിബ്രീലിനു പോലും കടക്കാൻ കഴിയാത്തൊരു സ്ഥലത്തേക്ക് കടന്നു ചെന്ന് അള്ളാഹുമായി നേർക്കുനേരെ സംസാരിച്ചു. ഇന്ന് കണ്ടുപിടിക്കപ്പെട്ട ആധുനികമായൊരു വാഹനങ്ങളുമില്ലാതെ ഇങ്ങനെ ഒരാളെ കൊണ്ട് സാധിക്കണമെങ്കിൽ അദ്ദേഹം സാധാരണ മനുഷ്യനായിരിക്കാൻ പാടില്ല, അസാധാരണ മനുഷ്യനായിരിക്കണം. അതിനുവേണ്ടി നബിയെ അല്ലാഹു തആല പാകപ്പെടുത്തി, വളരെ ചെറുപ്പത്തിലെ പാകപ്പെടുത്തി. നാം ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്, ഹലീമ ബീവിയുടെ അടുക്കൽ പ്രവാചകൻ മുല കുടിക്കുന്ന സമയം, ഹലീമത്തു സഅദിയുടെ വീട്ടിൽ നബി ചെറിയ പ്രായത്തിൽ മുല കുടിക്കുന്ന സമയം, അവിടെയുണ്ടായ ഒരു അത്ഭുത സംഭവം ഹലീമ ബീവി വിശദീകരിക്കുന്നുണ്ട്. ഹലീമ ബീവി പറയാണ്, ഞാൻ ഒരു ദിവസം ഞാനും എന്റെ ഭർത്താവും കൂടി ഇങ്ങനെ നിൽക്കുമ്പോ ഞങ്ങളുടെ വീടിന്റെ പുറകുവശത്തൊരു ചായ്പിൽ ഇങ്ങനെ മുഹമ്മദും ഞങ്ങളുടെ മകനും കൂടി കളിച്ചോണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ. ഞങ്ങളുടെ മകൻ ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, ഉമ്മ, വാപ്പ, നമ്മുടെ ആ ഖുറൈശിയായ സഹോദരനുണ്ടല്ലോ മുഹമ്മദ്, അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നിട്ടുണ്ട്. 2 വെള്ള വസ്ത്രധാരികൾ വന്ന് എന്റെ കൂട്ടുകാരൻ മുഹമ്മദിനെ അവർ പിടിച്ചു കിടത്തി, അദ്ദേഹത്തിന്റെ വയറ് കീറി. ഈ സംഭവം വന്ന് പേടിച്ചുകൊണ്ട് ഉമ്മയുടെ അടുക്കൽ പറയുമ്പോൾ ഹലീമ ബീവിയും ഭർത്താവും കൂടി ഓടിച്ചെല്ലുന്നുണ്ട്. ഓടിച്ചെന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മോനെ എന്തു പറ്റി, എന്താ സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, 2 വെള്ള വസ്ത്രധാരികൾ എന്റെ അടുക്കിലേക്ക് വന്നു. ഒരാള് മറ്റേയാളോട് ചോദിച്ചു, അഹുവ ഹുവ, ഇവൻ തന്നെയാണോ അവൻ എന്ന് ചോദിച്ചു. മറ്റേയാള് പറഞ്ഞു, അതെ, ഇവൻ തന്നെയാണ് അവൻ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവര് തേടി വരുന്നത് എന്നെയാണെന്ന്. ഉടനെ എന്നെ ധൃതിക്ക് പിടിച്ച് മലർത്തിക്കിടത്തി, എന്റെ വയറ് കീറി. എന്തോ എന്റെ വയറ്റിൽ അവർ അന്വേഷിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് അവരത് കണ്ടെടുത്തു, അവരത് വലിച്ചെറിഞ്ഞു, അവര് തിരിച്ചുപോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചെറുപ്പത്തിൽ മുലകുടി സമയത്തുണ്ടായ തന്റെ അനുഭവം തന്റെ മുല കൊടുത്ത ഉമ്മയായ ഹലീമ ബിയോട് പറയുന്നത് ഹദീസിൽ വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രവാചകനെ ഒരു അസാധാരണ മനുഷ്യനാക്കാൻ വേണ്ടി പ്രവാചകന്റെ ശരീരം തയ്യാറാക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകന് ഈ മിഅ്റാജ് സാധ്യമായത്. അല്ലെങ്കിൽ വാഹനങ്ങളില്ലാതെ ഒരു മിഅ്റാജ് ഒരിക്കലും സാധ്യമാവില്ല. അതുകൊണ്ടാണ് ആ കൈകൾക്കിടയിൽ നിന്നും വെള്ളം വന്നത്.
50 ചില്ലാനും ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം ആ കൈകൾക്കിടയിൽ നിന്ന് പ്രവാചകൻ ഉറവയാക്കി കൊടുത്തു. ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് കഴിയൂ കൈവിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം വരുത്താൻ? കുറച്ചു വെള്ളമല്ല, 50-ലധികം ആളുകൾ ആ കൈവിരലുകൾക്കിടയിൽ നിന്ന് വന്ന വെള്ളം കൊണ്ട് വയറ് നിറച്ചു. ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് കഴിയൂ? ആ കൈ ആകാശത്തേക്ക് ഉയർത്തിയപ്പോഴല്ലേ ചന്ദ്രൻ രണ്ടായി പിളർന്നത്? നമ്മുടെ കൈ ഉയർത്തിയാൽ ചന്ദ്രൻ രണ്ടായി പിളരുമോ? ആ കൈ ആകാശത്തേക്ക് ഉയർത്തിയപ്പോഴല്ലേ മഴ പെയ്തത്? മസ്ജിദ് നബവിയിൽ ഖുതുബ ഓതുന്ന സമയം ഒരു അയറാബി വന്ന് പറഞ്ഞ, നബിയെ മഴയില്ല, വല്ലാതെ പ്രയാസപ്പെടുന്നു, കൃഷി നശിക്കുന്നു, മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, ഞങ്ങൾ പ്രയാസത്തിലാണ്. അപ്പോഴാണ് പ്രവാചകൻ തന്റെ കൈവിരലുകൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പടച്ചവനെ മഴ വേണമെന്ന് പറഞ്ഞത്. പെയ്തു മഴ, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മഴ. പിറ്റേ വെള്ളിയാഴ്ച അതേ ഗ്രാമീണൻ വന്ന് പറഞ്ഞു, നബിയെ മഴ മതി, ഞങ്ങൾക്ക് മഴ കൊണ്ട് പ്രയാസപ്പെടുകയാണ്. അപ്പോഴും കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഹവാ അലൈന അല അലൈന, പടച്ചവനെ ഇനി ഞങ്ങൾക്ക് മഴ വേണ്ട, പരിസരങ്ങൾ മഴ പെയ്യിപ്പിച്ചാൽ മതി. മഴ നിന്നു. ആ കൈവിരലിൽ കൊണ്ടല്ലേ സൗർ ഗുഹയിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പാമ്പ് കടിച്ചപ്പോ ആ വിഷം മാറ്റാൻ വേണ്ടി തന്റെ ഉമിനീരായി കൈവെള്ള കൊണ്ട് കൈവിരൽ കൊണ്ട് ഉമിനീര് തേച്ചു കൊടുത്തപ്പോഴല്ലേ അബൂബക്കർ സിദ്ദീഖിന്റെ വിഷം ഇറങ്ങിപ്പോയത്? നമ്മുടെ കൈ കൊണ്ട് തേച്ചാൽ വിഷം മാറുമോ? ആ കൈകൊണ്ടല്ലേ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട മനുഷ്യൻ തിരുനബിയുടെ മുന്നിൽ വന്നു കണ്ണിന് കാഴ്ചയില്ലെന്ന് പറഞ്ഞപ്പോ ആ കൈവിരൽ കൊണ്ടല്ലേ തടകിയിട്ട് അതിന് കാഴ്ച വരുത്തി കൊടുത്തത്? ഒരു സാധാരണ മനുഷ്യന്റെ കൈകൊണ്ട് തടകിയാൽ കാഴ്ച കിട്ടുമോ? അതുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ റൂഹ്, അവിടത്തെ ജസദ്, അവിടത്തെ അഅ്ളാകൾ, അവയവങ്ങൾ, പാർട്സുകൾ, അത് കേവലം ബോഡി വേസ്റ്റുകളല്ല, അത് മുബാറക്കായ അനുഗ്രഹീതമായ ഭാഗങ്ങളാണ് എന്ന് പ്രമാണബദ്ധിതമായിട്ട് തെളിയിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊന്നിൽ ബറക്കത്തുണ്ടെന്ന് പറഞ്ഞോ അതിനകത്ത് ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് നമ്മൾ വിശ്വസിക്കണം. പക്ഷേ ബറക്കത്ത് കൊടുത്തവൻ അല്ലാഹുവാണ്. ആ ബറക്കത്തുള്ള വ്യക്തിയെ, ആ ബറക്കത്തിനെ ആദരിക്കാനല്ലാതെ ആരാധിക്കാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വടിയെക്കുറിച്ച് പറയുന്നില്ലേ? മൂസാ നബിയുടെ വടി ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു. പക്ഷെ വടിയുടെ അത്ഭുതമല്ല, ആ വടി കൊണ്ടാണ് മൂസാ നബി ചെങ്കടലിൽ അടിച്ചത്. ചെങ്കടലിനെ 12 വഴികളായി പിളർത്തി കൊടുത്തത്. ആ വടി കൊണ്ടാണ് മൂസാ നബി കല്ലിലടിച്ചത്. ആ കല്ലിൽ നിന്നും 12 ഉറവകൾ പൊട്ടി ഒലിച്ചത്. ബനി ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ കുടിച്ചത്. ആ വടി മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു കൊടുത്തൊരു മുബാറക്കായ അനുഗ്രഹീതമായൊരു വടിയായിരുന്നു. അതുകൊണ്ട് ബറക്കത്ത് ഏതിലുണ്ടോ ആ ബറക്കത്തിനെ നിഷേധിക്കാൻ കഴിയില്ല. പക്ഷെ ബറക്കത്ത് കൊടുത്തവൻ അല്ലാഹുവാണ്. ബറക്കത്തിനോട് ആരാധന നമുക്കില്ല, അതിനോട് ആദരവ് മാത്രമേ ഉള്ളൂ. ഉഹുദ് യുദ്ധ 2ാം കളം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തേക്ക് ഇങ്ങനെ ശത്രുക്കൾ അമ്പെയ്യുന്ന സമയത്ത് 6 സഹാബാക്കൾ ചുറ്റും നിന്നു. പ്രവാചകന്റെ ശരീരത്തേക്ക് അമ്പ് കൊള്ളാതിരിക്കാൻ വേണ്ടി സ്വന്തം ശരീരം കൊണ്ട് അവർ അമ്പേറ്റു വാങ്ങുകയാണ്. കൂട്ടത്തിൽ മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, പ്രമുഖനായ സഹാബി. പ്രവാചകന്റെ കവിളിൽ കൊണ്ട ആയുധം വലിച്ചെടുക്കാൻ വേണ്ടി മാലിക് ബിൻ സിനാൻ തന്റെ പല്ലുകൊണ്ട് വലിക്കുന്നുണ്ട്. കൈകൊണ്ട് വലിച്ചപ്പോ പോരുന്നില്ല, പല്ലുകൊണ്ട് വലിച്ചെടുത്തു. മാലിക് ബിൻ സിനാനിന്റെ പല്ലു പറഞ്ഞു. അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ സംസാരശേഷി കുറച്ചുകൂടി സ്ഫുടമായിത്തീർന്നു എന്റെ പല്ല് പോയതിനു ശേഷം. സാധാരണ ഒരു പല്ല് പോയാൽ സംസാരത്തിൽ വൈകല്യങ്ങൾ ഉണ്ടാകുക ചെയ്യുക. മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു പറയുന്ന പല്ല് പോയതിനു ശേഷം എന്റെ സംസാരത്തിൽ എനിക്ക് സ്ഫുടത കിട്ടിയെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഹബീബായ തിരുമേനിയുടെ മുഖത്തുനിന്ന് ചോരയൊലിക്കുകയാണ്. മാലിക് ബിൻ സിനാനോട് റസൂലുള്ള പറഞ്ഞ ചോരയൊന്ന് ഒപ്പിക്കളയുക. മാലിക് ബിൻ സിനാൻ ഒപ്പാൻ വേണ്ടി കണ്ടെത്തിയത് തന്റെ നാവായിരുന്നു. ആ നാവ് കൊണ്ട് ഉഹദിന്റെ രണാങ്കളത്തിൽ വെച്ച് തിരുനബിയുടെ മുഖത്തു നിന്നും ആ ചോര വലിച്ചെടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുജ്ജഹു, അത് തുപ്പിക്കളയുക. പക്ഷെ മാലിക് ബിൻ സിനാന് തുപ്പാൻ തോന്നിയില്ല. അദ്ദേഹം അത് വലിച്ചിറക്കി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്. മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഫനളറ ഇലയ്യ, ഞാൻ ആ രക്തം വലിച്ചു കുടിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ റസൂൽ എന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, നീ അത് അകത്താക്കിയല്ലേ? ഖാലത്ത ദമി ദമക്ക ലൻ തമസ്സകന്നാർ, എന്റെ ചോരയും നിന്റെ ചോരയുമായി കൂടിക്കലർന്നിട്ടുണ്ട്, ഇനി നിന്നെ നരകം സ്പർശിക്കുകയില്ല. എത്ര ഗൗരവമുള്ളൊരു വാക്കാണത്. ഉഹദിന്റെ രണാങ്കളത്തിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്.
അപ്പൊ ഒരു വസ്തുവിൽ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയാണ്. സഹീഹ് മുസ്ലിമിന്റെ, സഹീഹുൽ ബുഖാരിയുടെ പ്രാമാണികമായ ധാരാളം ഹദീസുകളെ കൊണ്ട് ഇത്തരത്തിലുള്ള ആധാറുകളിലുള്ള ബറക്കത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അത് അനിഷേധ്യമാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മുസ്ലിമായ സമയത്തിന് ശേഷം, ഇസ്ലാമായതിനു ശേഷം ഹുദൈബിയ സന്ധിയിൽ അദ്ദേഹം വന്നൊരു സംഭവം പറയുന്നുണ്ട്. ഉർവത്ത് ഇബ്നു മസ്ഊദ് സഖഫി അദ്ദേഹം പറയുന്നത്, ഞാൻ ഹുദൈബിയ സന്ധിയിൽ ചെന്ന സമയം ഞാൻ കണ്ട ചില കാഴ്ചകളുണ്ട്. ഖുറൈശികളോടാണ് അദ്ദേഹം പറയാണ്, ലഖദ് ദഖൽതു അലാ കിസ്റ വ കൈസറ വ നജ്ജാശി. ഞാൻ നജ്ജാശി രാജാവിന്റെ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട്, ഞാൻ കിസ്റയുടെ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട്, ഞാൻ കൈസറിന്റെ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട്. പക്ഷേ മാ റഅയ്തു അഹദൻ യുഅല്ലിമു അഹദൻ, ഒരാളും ഒരാളെ ബഹുമാനിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല മുഹമ്മദ് നബിയുടെ അനുയായികൾ മുഹമ്മദ് നബിയെ ബഹുമാനിക്കും പോലെ. കിസ്റയെ അവിടുത്തെ ആളുകൾ ഇങ്ങനെ ബഹുമാനിക്കുന്നില്ല, കൈസറിനെ ഇങ്ങനെ ബഹുമാനിക്കുന്നില്ല, നജ്ജാശി രാജാവിനെ ഇങ്ങനെ ബഹുമാനിക്കുന്നില്ല. മുഹമ്മദിനെ മുഹമ്മദിന്റെ അനുയായികൾ ബഹുമാനിക്കും പോലെ. മുഹമ്മദിന്റെ വായിൽ നിന്ന് വരുന്ന കൽപ്പനകൾ ആ നിമിഷം അവർ ശിരസാവഹിക്കുകയാണ്, നിറവേറ്റുകയാണ്. മുഹമ്മദ് ഒളൂടുത്തു കഴിഞ്ഞാൽ കാനു യഖത്തതിലൂന അലാ വളൂഹി, ആ വളൂവിന്റെ ബാക്കി വെള്ളം കിട്ടാൻ വേണ്ടി അവർ ഇടികൂടുകയാണ്. ആ ബാക്കി വെള്ളത്തിന് വേണ്ടി അവർ ഇടികൂടുകയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒളൂടുത്ത വെള്ളം കിട്ടാൻ വേണ്ടി. ഇതിന് ഞാൻ സാക്ഷിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരിക്കൽ രണ്ടുപേര് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വന്നു. നബി അവരോട് അവരുടെ മുന്നിൽ വെച്ച് ഒളൂ ചെയ്തു. ആ വെള്ളം അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇംസഹ, നിങ്ങൾ ഇതുകൊണ്ട് നിങ്ങളുടെ മുഖം തടയുക, നിങ്ങളുടെ മുഖം തടയുക. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ഭാര്യയാണ്. അവര് മറയ്ക്കപ്പുറത്തു നിന്ന് റസൂലിന്റെ ഈ വാക്ക് കേൾക്കുന്നുണ്ട്. അവര് പറയുന്നൊരു വാക്കുണ്ട്, അബഖിയാലു ഉമ്മിക്കുമ, നിങ്ങളാ വെള്ളം തീർക്കരുത്, ഉമ്മാക്ക് കുറച്ച് ബാക്കി വെച്ചേക്കണം, നിങ്ങളുടെ ഉമ്മയ്ക്ക് കുറച്ച് ബാക്കി വെച്ചേക്കണം, എനിക്കത് കുറച്ച് ബാക്കിയാക്കണമെന്ന് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്ന സംഭവം പ്രാമാണികമായ ഹദീസുകൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഹുദൈബിയ സന്ധി ഹജ്ജിന്റെ വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കളഞ്ഞു. ആ കളഞ്ഞ മുടി സഹാബത്തിന്റെ ഇടയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു തന്റെ തൊപ്പിക്കുള്ളിൽ പ്രവാചകന്റെ മുടി തുന്നിച്ചേർത്തിട്ടുണ്ട്. പ്രവാചകന്റെ മുടി കിട്ടിയ പല ആളുകളും ബഹുമാനപൂർവ്വം അതിനെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ചിലരെല്ലാം തന്റെ കഫൻ തുണിയിൽ അതിനെ സൂക്ഷിക്കണമെന്ന്, കഫൻ ചെയ്യുന്ന സമയത്ത് തുണിയിൽ വെക്കണമെന്ന് ചില ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട്. പ്രാമാണികമായി ഇതൊക്കെ സ്ഥിരപ്പെട്ട ചില കാര്യങ്ങളാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ നബി തിരുമേനി ഒരിക്കൽ ഉമ്മു സുലൈമിന്റെ വീട്ടിൽ വരുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉമ്മു സുലൈം പ്രവാചകന് വേണ്ടി വിരിപ്പ് വിരിച്ചു കൊടുത്തു. ആ വിരിപ്പിൽ പ്രവാചകൻ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ഉറങ്ങിപ്പോയി. അവിടുത്തെ ശരീരത്ത് നിന്ന് വിയർപ്പൊലിക്കുന്നുണ്ടായിരുന്നു. ഉമ്മു സുലൈം ഒരു കുപ്പിയുമായി ചെന്ന് പ്രവാചകന്റെ വിയർപ്പുകൾ ശേഖരിച്ചു. ഉണർന്ന പ്രവാചകൻ ഉമ്മു സുലൈമിനോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്യുന്നത്? അവര് പറഞ്ഞു, നജ്അലുഹു ഫീ തീബിന, ഇത് ഞങ്ങളുടെ സുഗന്ധത്തിൽ ചേർക്കാനുള്ളതാണ് നബിയെ. ഹി അത്യബു തീബി, സുഗന്ധങ്ങളിൽ ഏറ്റവും വലിയ സുഗന്ധമാണ് നബിയെ ഇത്. അസബുത്തി, നീ ചെയ്ത് ശരിയാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്. പ്രവാചക തിരുമേനി ഒരിക്കലും സഹാബിയുടെ തലയിൽ ഇങ്ങനെ കൈകൊണ്ട് തലോടുന്നുണ്ട്. ആ ഭാഗത്ത് അദ്ദേഹത്തിന്റെ മുടി പിന്നീട് നരച്ചിട്ടില്ല, ചുറ്റുഭാഗവും നരച്ചുപോയി എന്ന് പ്രാമാണികമായ ഹദീസുകൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. പ്രവാചകൻ ഒരാളുടെ കൈ പിടിച്ചാൽ ആ കൈക്ക് അൻബറിനേക്കാൾ, കസ്തൂരിയേക്കാൾ സുഗന്ധമായിരുന്നു. ആ സുഗന്ധം പിന്നീട് നാളുകളോളം നീണ്ടു നിൽക്കുമായിരുന്നു എന്ന് ധാരാളം സഹാബാക്കൾ അവരുടെ അനുഭവത്തിലൂടെ നമ്മളെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ബർക്കത്ത് എന്നുള്ളത് അനിഷേധ്യമായൊരു കാര്യമാണ്. അത് അള്ളാഹു ആരിലെല്ലാം ബർക്കത്തുണ്ടെന്ന് പറഞ്ഞോ, ഏതിലെല്ലാം ബർക്കത്തുണ്ടെന്ന് പറഞ്ഞോ, അത് നമ്മൾ വിശ്വസിക്കണം. അതിലുപരി ബർക്കത്തിനെ കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു പരിപാടി, ഇന്ന് ഏറ്റവും ലാഭകരമായൊരു പരിപാടിയാണ് ആത്മീയ വാണിഭം എന്ന് പറയുന്നത്. ആത്മീയ കച്ചവടം ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പറ്റിയ ഏറ്റവും നല്ല ബിസിനസ്സാണ്. അതിനുവേണ്ടി എന്തിനേയും വിൽക്കാൻ വേണ്ടി തയ്യാറാകുന്ന, ദീനിനെയും ഖുർആനിനെയും ഹദീസിനെയൊക്കെ വിൽക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു കെട്ടകാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബർക്കത്തിന്റെ പുറകെ പോകുമ്പോൾ വഞ്ചിക്കപ്പെടുന്നില്ല എന്നും, ഈമാൻ നഷ്ടപ്പെടുന്നില്ല എന്നും, സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നില്ല എന്നും ഉറപ്പുവരുത്തേണ്ട ബാധ്യത മുസ്ലിമീങ്ങൾ എന്ന നിലയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അള്ളാഹു പറഞ്ഞ വഴിയിലൂടെ നീങ്ങുക, പടച്ചവൻ നിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുക, സത്യത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുക, ചതിയുടെ, വഞ്ചനയുടെ, കളവിന്റെ, തട്ടിപ്പിന്റെ മാർഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.